നമസ്കാരം. എൻ്റെ പേര് ഉമ ജി ഉണ്ണിത്താൻ. കൊല്ലം ജില്ലയിലെ KRGPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സിവിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജിയുടെ അധ്യാപികയായി പ്രവർത്തിക്കുന്നു. ഏകദേശം 25 വർഷമായി ഈ മേഖലയിലുണ്ട്. പുസ്തക നിർമ്മാണം, പ്രാക്ടിക്കൽ മാനുവൽ നിർമ്മാണം, സോഴ്സ് ബുക്ക് നിർമ്മാണം, അങ്ങനെയുള്ള മിക്കവാറും എല്ലാ അക്കാഡമിക് പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരു അധ്യാപികയാണ് ഞാൻ. നമുക്കെല്ലാം അറിയാം, ലോകമെമ്പാടും ഒരു വല്ലാത്ത ഭീതിയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. ഇനിയും ഇതിൻ്റെ അവസ്ഥ എങ്ങോട്ട് പോകുമെന്ന് നമുക്കൊരു മുൻകൂർ പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ ജൂൺ 1-ാം തീയതി തുറക്കേണ്ടുന്നതാണ്. പല സാഹചര്യങ്ങളോടും നമുക്ക് തുറക്കാൻ നേരിട്ട് ക്ലാസ് നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാഠങ്ങൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു സാഹചര്യമാണിത്. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് കടക്കുന്നതിന് മുന്നേ, നമ്മുടെ കോഴ്സിലേക്ക് കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വിഷാദഭരിതമായ അന്തരീക്ഷത്തിൽ നിന്നും, ഒരു സാഹചര്യത്തിൽ നിന്നും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ആരോഗ്യവാന്മാരായി സമാധാനപരമായ ഒരു സാഹചര്യത്തിലേക്ക് വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വരട്ടെ എന്ന്, എല്ലാവരും സൗഖ്യമായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ ഒരു നല്ല സമീപ ഭാവിയിൽ തന്നെ നമുക്കൊരു നല്ല ഒരു ആരോഗ്യകരമായ ഒരു സാഹചര്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ സിവിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി 4 മൊഡ്യൂളുകളാണ്. 2 മൊഡ്യൂളുകൾ നമ്മൾ 1-ാം വർഷം പിന്നിട്ടു. അതിൻ്റെ എക്സാമും കഴിഞ്ഞു, തിയറിയും പ്രാക്ടിക്കലും. 2 പ്രാക്ടിക്കൽ എക്സാമും 1 തിയറി എക്സാമും. 1 അഡ്വാൻസ്ഡ് സർവേയിങ്, 2 സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ്. അതിൻ്റെ 2ൻ്റെയും എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മൾ 2-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2-ാം വർഷ വിദ്യാർത്ഥികളുടെ 3-ാമത്തെ മൊഡ്യൂളാണ് തുടങ്ങുന്നത്. 1ഉം 2ഉം കഴിഞ്ഞു, ഇനി 3-ാമത്തെ മൊഡ്യൂൾ. 3-ാമത്തെ മൊഡ്യൂളിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കോസ്റ്റിംഗ്. ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കോസ്റ്റിംഗ് എന്ന ഒരു പാഠഭാഗവുമുണ്ട്, ഒരു കണ്ടൻറ്റും, ഒരു മൊഡ്യൂളും കൂടെ ഉണ്ട്. മൊഡ്യൂൾ 4, അതായത് സിവിൽ കൺസ്ട്രക്ഷനിലെ 4-ാമത്തെ മൊഡ്യൂളായ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്ററി അറേഞ്ച്മെൻറ്റ്സ്. ഇങ്ങനെ ഈ 2, 3, 4 മൊഡ്യൂളുകൾ നമുക്ക് മാർച്ചിന് മുമ്പ് പൂർത്തിയാക്കണം. 2 പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യണം, 2-ാമത്തെ വർഷത്തെ തിയറി എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ജൂണിൽ തുടങ്ങേണ്ടുന്ന ഭാഗമാണ് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കോസ്റ്റിംഗ്. എന്താണ് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് കോസ്റ്റിംഗ് എന്ന ഒരു കണ്ടൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ കണ്ടൻറ്റ് പഠിക്കുന്ന ഒരു കുട്ടി അറിയേണ്ടുന്ന കാര്യങ്ങൾ: ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കുട്ടി മനസ്സിലാക്കണം. രണ്ടാമത് കുട്ടി മനസ്സിലാക്കേണ്ടുന്നത്, ഒരു നിലനിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ, അത് കെട്ടിടവും സ്ഥലവും ഒക്കെ, അതിൻ്റെ മൂല്യം എങ്ങനെ നമുക്ക് കണ്ടെത്താം. 3-ാമത് ഒരു ഔട്ട്കം പ്രധാനമായിട്ട് കുട്ടി നേടേണ്ടുന്നത് എങ്ങനെയാണ് ഒരു നിർമ്മാണ പ്രവർത്തനം എഫക്റ്റീവായി മാനേജ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ലേബർ മാനേജ്മെൻറ്റ് വേണം, ടൈം മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്ത് നമുക്ക് ഏറ്റവും ഫലവത്തായിട്ട് ആ നിർമ്മാണ പ്രവർത്തനം എത്തിക്കാം കൃത്യസമയത്ത്. ഇങ്ങനെ 3-4 കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ 3 കഴിയുമ്പോൾ ഒരു കുട്ടി നേടേണ്ടുന്ന കഴിവുകൾ. അപ്പോൾ ഈ ഒരു 3 കണ്ടൻറ്റ് കുട്ടി മനസ്സിലാക്കണം. അപ്പോൾ 1-ാമത് നിങ്ങൾ മനസ്സിലാക്കണം. 1-ാമത് നമുക്ക് യൂണിറ്റ് 1 എന്ന് പറയുന്നത് എസ്റ്റിമേഷനാണ്. അതെന്താണ് എസ്റ്റിമേറ്റ്, അതിൻ്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, എസ്റ്റിമേറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം, എന്തൊക്കെ ഡേറ്റ നമ്മുടെ കയ്യിൽ വേണം, ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് എസ്റ്റിമേറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, നിർമ്മാണ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ, ഏതൊക്കെയാണ് പല നിർമ്മാണ വർക്കുകളുടെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് യൂണിറ്റ് 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു
ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളത് എന്താണ് എസ്റ്റിമേറ്റ്. എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ നിർവചനം പഠിക്കാൻ. അതിന് മുമ്പ് അത് എന്താണെന്നൊന്നും സിമ്പിളായിട്ട് പറയാം. എന്താണ് എസ്റ്റിമേറ്റിംഗ് എന്ന് വെച്ചാൽ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു നിർമ്മാണ പ്രവർത്തനം ഇതിനാവശ്യമായ സാധനങ്ങൾ, മെറ്റീരിയൽസ്, അതിനാവശ്യമായ ലേബർ, അതിൻ്റെ എല്ലാം കോസ്റ്റ് കണ്ടെത്തി ആ പല വർക്കുകളുടെയും ടോട്ടൽ എക്സ്പെൻസ് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് എസ്റ്റിമേറ്റിംഗ് എന്ന് വെച്ചാൽ. അതായത് ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ മെറ്റീരിയലിൻ്റെ എത്ര അളവ് മെറ്റീരിയൽ വേണം, എത്ര ലേബർ വേണം, എത്ര സമയമെടുക്കും, ഇതെല്ലാം കണക്കാക്കിയതിന് ശേഷം ഈ കണക്ക് വെച്ചിട്ട് ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാവാൻ എത്ര എക്സ്പെൻസ് വരും എന്ന് നമ്മൾ കണ്ടെത്താൻ പഠിക്കും. അതാണ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ. ഇതാണ് പ്രധാനമായിട്ട് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ. അപ്പോൾ എസ്റ്റിമേറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് by estimating we are calculating the total quantity of materials, labor, wages, etc. and by using this quantity we can calculate the total cost of the work. അപ്പോൾ അതാണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ സാധനങ്ങൾ, ലേബർ, തൊഴിലാളികളുടെ വേജസ്, അതിൻ്റെ റേറ്റ് കണ്ടെത്തുക, ഇവയെല്ലാം ആദ്യം കണക്കാക്കും. അതിനുശേഷം ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റ് കണ്ടെത്തും. ആ റേറ്റിനെ ഈ ക്വാണ്ടിറ്റി കണ്ടെത്തിയത് റേറ്റും ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈച്ച് വർക്ക്. അങ്ങനെ ഒരു വർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കണക്കാക്കുന്ന പ്രക്രിയയാണ് എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതാണ് എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവർത്തനം. അപ്പം ഒന്നും കൂടെ പറയാം, എസ്റ്റിമേറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ്, ലേബർ ആൻഡ് വേജസ് എക്സെട്ര, ആൻഡ് also the rate for each item of work. By multiplying the quantity with the rate of each item of work, you will get the cost of each item of work. By adding all the top costs of various works, you will get the total expenditure. So that is called estimate. Then the next heading is, what is the use of finding out the estimate, അല്ലെങ്കിൽ what is the purpose of estimation, why you are doing estimate for a project work. എന്തിനാണ് നമ്മൾ ഒരു പ്രോജക്റ്റ് വർക്കിൽ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്ത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, what is the purpose, what is the use, why you have to prepare the estimate before starting the work. There are many uses, almost 10-11 uses are there. I will conclude it briefly. ഒന്നാമത്തെ ഉപയോഗം ഞാൻ നമ്മളതിന് നിർവചനത്തിൽ തന്നെ പറഞ്ഞതാണ്. അതായത് ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ ബഡ്ജറ്റ് കണ്ടെത്തുക, ആവശ്യമായ പണം കണ്ടെത്താൻ എസ്റ്റിമേറ്റ് സഹായിക്കുന്നു. 2, ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ, ചില പൊതുമരാമത്ത് വകുപ്പുകൾ, പബ്ലിക് വർക്കുകൾക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം, അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ വേണം, സാങ്കേതികമായ അപ്രൂവൽ വേണം, അനുമതി വേണം. ഇതിനുള്ള ഫണ്ട് കണ്ടെത്തണം, ഫണ്ട് അലോട്ട്മെൻറ്റ് വേണം. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊരു പ്രോപ്പർ ടെക്നിക്കലായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വേണം. എങ്കിലേ നമുക്ക് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ഫണ്ട് അലോട്ട്മെൻറ്റും എല്ലാം ഗവൺമെൻറ് വർക്കുകൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്കൊരു പ്രോപ്പർ എസ്റ്റിമേറ്റ് ഈസ് നീഡഡ്. ദ തേർഡ് പർപ്പസ് ഈസ് എന്താണ്, ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ഈച്ച് വർക്ക്. ഓരോ വർക്കിനും ആവശ്യമായ സാധനങ്ങൾ നമുക്ക് അതിൻ്റെ അളവറിയണം. അത് നമുക്ക് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ശേഖരിക്കണം. പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഫോർ ഡിഫറെൻറ്റ് വർക്ക്സ്.
അത് നമുക്ക് ആവശ്യമാണ്. പിന്നെ we have to calculate the quantity, amount of labor required for different items of work. പല വിധത്തിലുള്ള നിർമ്മാണ ജോലിക്കാർ വേണം, ലേബർ. അത് പെയിൻറ്റർ എത്ര വേണം, പ്ലംബർ എത്ര വേണം, നമുക്ക് അതിനുള്ള മേസൺ എത്ര വേണം, ഇതിൻ്റെ എല്ലാം നമ്പർ വേണം. എസ്റ്റിമേഷന് ഒരു നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം, എങ്കിലേ നമുക്ക് അതിൻ്റെ ചിലവ് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. സോ അതിൻ്റെ എമൗണ്ട് ഓഫ് ലേബർ. ദെൻ ഫോർത്ത് one is the amount of time required for the completion of a work. ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ നമുക്ക് ഇത്ര വർഷത്തിനകം തീർത്ത് കൊടുക്കണം. അപ്പം എത്ര ടൈമിൽ ആ പ്രവർത്തനം തീരും എന്നറിയണമെങ്കിൽ എത്ര സാധനം കൊണ്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് ആ വർക്ക് എത്ര സമയം കൊണ്ട് ഈ വർക്ക് തീരും എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ടൈം ഓഫ് കംപ്ലീഷൻ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി എ ഗുഡ് എസ്റ്റിമേറ്റ്. ഒരു നല്ല എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്ര സമയം കൊണ്ട് ആ വർക്ക് തീർക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ ദ സിക്സ്ത് വൺ, ടെൻഡർ സബ്മിഷൻ. ടെൻഡർ വിളിക്കാനും ബില്ല് തയ്യാറാക്കാനും എല്ലാം എ ഗുഡ് എസ്റ്റിമേറ്റ്, ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കൃത്യമായ ആക്യുറേറ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഡർ തയ്യാറാക്കാനും ബില്ല് തയ്യാറാക്കാനും ഒക്കെ പറ്റുള്ളൂ. ദെൻ അത് പ്രോപ്പർ മാനേജ്മെൻറ്റ്, ഒരു കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ, ഏതൊക്കെ വർക്ക് എപ്പോൾ തുടങ്ങണം, ഏത് വർക്ക് പിന്നെ തുടങ്ങണം, ഏത് തീരുമ്പോഴാണ് എന്ത് തുടങ്ങേണ്ടുന്നത്, ഇങ്ങനെ ഏത് സാധനങ്ങൾ എപ്പോൾ വാങ്ങിക്കണം, അതിൻ്റെ ടൈം, അതിനൊരു ഷെഡ്യൂളുണ്ട്, കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ. അത് തയ്യാറാക്കി പ്രോപ്പറായിട്ടൊരു വർക്ക് മാനേജ് ചെയ്ത് പോകണമെങ്കിലും നമുക്കൊരു കൃത്യമായ എസ്റ്റിമേറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ എസ്റ്റിമേറ്റിൻ്റെ മറ്റൊരു ഉപയോഗം, നമ്മൾ ചെയ്ത ഒരു ജസ്റ്റിഫിക്കേഷൻ. അപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്തു, അതിന് ഫണ്ട് അലോട്ട്മെൻറ്റ് ഇത്ര ഉണ്ടായി, ആ ഫണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ഫണ്ട് വെച്ച് ആ വർക്കും ഫണ്ടും തമ്മിലുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ, കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്തിരിക്കുന്നത്, ആ ഫണ്ടിനനുസരിച്ചുള്ള വർക്കുണ്ടോ എന്നൊക്കെയുള്ള ജസ്റ്റിഫിക്കേഷന് ഒരു പ്രോപ്പർ എസ്റ്റിമേറ്റ് വേണം. ഒരു എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരു എസ്റ്റിമേറ്റ് കൊണ്ട് ഒരുപാട് പർപ്പസ് ഉണ്ട്. ഈ വക നിരവധി പർപ്പസുകളുണ്ട്. ഒരു 10-11 പർപ്പസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഒന്നും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഒരു കൃത്യമായ എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ we can find out the amount of money, we can coordinate the amount of money required for the completion of a project, either it is public work or private work or single ആയിട്ടുള്ള ഓണർ ആയിട്ട് വർക്കായാലും ഏത് വർക്കായാലും by a proper estimate we can find out the total expenditure, amount of money we have to be collected. നേരത്തെ നമുക്ക് ശേഖരിച്ച് വയ്ക്കേണ്ട ഒരു ബഡ്ജറ്റ്, നമുക്കൊരു അതിന് ആവശ്യമായ പണം എത്ര വേണമെന്ന് കണക്കാക്കാൻ പറ്റും. സെക്കൻഡ് തിങ് ഈസ് ഫോർ ദ പബ്ലിക് വർക്ക്, ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള വർക്കുകൾക്കൊക്കെ ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ, ടെക്നിക്കൽ അപ്രൂവൽ, ഫണ്ട് അലോട്ട്മെൻറ്റ് മീൻസ് അതായത് അതിൻ്റെ സാങ്കേതികമായ അപ്രൂവൽ വേണം, ഭരണാനുമതി വേണം, ഫണ്ട് കണ്ടെത്തണം. ഇതിനെല്ലാം ഒരു കൃത്യമായ എസ്റ്റിമേറ്റ് വേണം, എങ്കിലേ സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് എസ്റ്റിമേറ്റ് വേണമെങ്കിൽ ഓരോ ഐറ്റം ഓഫ് വർക്കിൻ്റെയും മെറ്റീരിയൽ നമ്മൾ ശേഖരിച്ച് വെക്കണമെങ്കിൽ എത്ര മെറ്റീരിയൽ വേണം, ടു ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഫോർ ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് വർക്ക് ആൻഡ് ഇറ്റ്സ് പ്രൊക്യൂർമെൻറ്റ്, എപ്പോൾ അത് ശേഖരിക്കണം എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ പ്രോപ്പർ എസ്റ്റിമേറ്റ് ഇസ് നീഡഡ്. ദെൻ ദ എമൗണ്ട് ഓഫ് ലേബർ, type of labor, whether skilled labor is needed or unskilled labor is needed, അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ there should be a proper estimate. Then for the tender, preparation of tender, bill submission, bill preparation, everything a proper estimate is needed. Then the time of completion of the work, ഒരു വർക്കിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ലേബറും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ അത് എത്ര സമയം കൊണ്ട് വർക്ക് പൂർത്തിയാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഫോർ ദി പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓൾസോ ദർ ഷുഡ് ബി എ പ്രോപ്പർ എസ്റ്റിമേറ്റ്. മീൻസ് we have to prepare a construction schedule for large projects. Construction schedule means when will you start a work, when we have to finish the work, the time of completion of each item of work, everything is there in the construction schedule. For the construction schedule and management, a proper estimate is an important document. Then for the management, then for the justification of the work, ആ വർക്ക് കൃത്യമായ ഒരു നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണോ വർക്കിൻ്റെ ക്വാണ്ടിറ്റി എന്നൊക്കെ മനസ്സിലാക്കാനൊരു എസ്റ്റിമേറ്റ് നമുക്ക് ആവശ്യമാണ്. പിന്നെ റേറ്റ് കണ്ടെത്താം. ഒരു റേറ്റ് വർക്കിൻ്റെ സ്പെസിഫിക്കേഷന് ഉണ്ടെങ്കിൽ മാത്രമേ
റേറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഒരു മീൻസ് ഒരു വർക്കിൻ്റെ ക്വാളിറ്റി ഓഫ് വർക്കാണ്. സ്പെസിഫിക്കേഷൻ മീൻസ് ഒരു വർക്കിൻ്റെ ക്വാളിറ്റി, ഏതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു ഡോക്യുമെൻ്റാണ് സ്പെസിഫിക്കേഷൻ. ആ സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റേറ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെല്ലാം നമുക്ക് there should be a proper estimate. അപ്പോൾ estimate is an important technical document of a project work in construction. There are a number of purposes for a proper estimate preparation. നിരവധി ഉണ്ട്. ഏകദേശം ഒരു 10-12 ഉപയോഗങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇതാണ് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത, അതിൻ്റെ യൂസ്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള മൂന്നാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, വാട്ട് ആർ ദ ഡേറ്റ റിക്വയർഡ് ഫോർ പ്രിപ്പയറിങ് ആൻ എസ്റ്റിമേറ്റ്. ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ വിവരങ്ങൾ നമുക്കുണ്ടാകണം, നമ്മുടെ കയ്യിൽ ശേഖരിക്കണം, എന്തൊക്കെ വിവരങ്ങൾ ആസ്പദമാക്കി ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ടെക്നിക്കലായിട്ടുള്ള കൃത്യമായ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ. നമുക്ക് പ്രധാനമായിട്ട് ബിൽഡിങ്ങിൻ്റെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സിലബസിൽ ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം? 3 ഡേറ്റയാണ് പ്രധാനമായിട്ട് വേണ്ടുന്നത്. ഒന്ന്, ഒരു പ്രോപ്പർ ഡ്രോയിങ് വേണം. മീൻസ് ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ, ഇവ എല്ലാ വിശദ വിവരങ്ങളോട് കൂടിയ അളവുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയ, എല്ലാ ഡയമെൻഷൻസുമുള്ള, പ്രോപ്പർ യൂണിറ്റിൽ എല്ലാ ഡയമെൻഷൻസും അടങ്ങിയിരിക്കുന്ന ടെക്നിക്കൽ ഡ്രോയിങ്സ് ഈസ് an important data for preparing an estimate. So before we are going to start an estimate preparation, there should be a proper drawing with all the detailed dimensions like plan, section, elevation, with all detailed technical dimensions should be there. അപ്പോൾ കൃത്യമായ എല്ലാ അളവുകളും രേഖപ്പെടുത്തിയ ഒരു ഡ്രോയിങ്, കംപ്ലീറ്റ് ഡ്രോയിങ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് നമ്മൾ ശേഖരിക്കേണ്ട ഡേറ്റ എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക്. മീൻസ് നമ്മളിപ്പോൾ ഒരു കെട്ടിട നിർമ്മാണമായാലും എല്ലാ നിർമ്മാണ പ്രവർത്തനത്തിനും നമുക്ക് പല ക്വാളിറ്റിയിലാണ് വർക്ക് ചെയ്യാം. ഉദാഹരണമായിട്ട് നമ്മളിപ്പം അതിൻ്റെ എക്സ്കവേഷൻ നടത്തുകയാണ്, എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തുന്നത്. അത് ചിലപ്പം ഹാർഡ് സോയിലാവാം, ചിലപ്പോൾ സോഫ്റ്റ് സോയിലാവാം, ചിലപ്പം വാട്ടർ ലോക്ക്ഡ് സൈറ്റ് ആവാം, ചിലപ്പം ഹാർഡ് ഓർഡിനറി ഗ്രാവലി സോയിലാവാം. ഇങ്ങനെ പല വിധത്തിലുള്ള എക്സ്കവേഷൻസ് വരും. അപ്പം ഹാർഡ് സോയിലാണെങ്കിൽ നമുക്ക് അതിനകത്ത് എക്സ്കവേഷൻ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. സോഫ്റ്റ് സോയിലാണെങ്കിൽ വേറെ രീതിയിലുള്ള എക്സ്കവേഷൻ വർക്കായിരിക്കും. ഇഫ് ഇറ്റ് ഈസ് എ വാട്ടർ ലോക്ക്ഡ് സൈറ്റ്, വെള്ളക്കെട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന എക്സ്കവേഷൻ മെത്തേഡ്സ് ഒക്കെ വേറെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഏത് രീതിയിലുള്ള വർക്കാണ് നമ്മളവിടെ ചെയ്യുന്നത്. അടുത്തത് അതിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മാണം പല സോയിലും പല രീതിയിലായിരിക്കും ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ, ഏത് രീതിയിലുള്ള ഫൗണ്ടേഷനാണ്, ഏത് ഫൗണ്ടേഷനാണ്, അവിടെ എത്ര മോർട്ടാർ റേഷ്യോ ആണ് ഉപയോഗിക്കുന്നത്, എത്ര തിക്നെസ്സിൽ ഫൗണ്ടേഷന്, എത്ര ഡെപ്തിലുണ്ട്, ഇങ്ങനെ അതിൻ്റെ സാങ്കേതികമായ എല്ലാ കണ്ടൻറ്റും അതിൽ പറഞ്ഞിരിക്കുന്നതാണ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ. ഉദാഹരണം പ്ലാസ്റ്ററിങ് വർക്ക് പറയുകയാണെങ്കിൽ ആ പ്ലാസ്റ്ററിങ് വർക്കിൻ്റെ തിക്നെസ് എത്രയാണ്, ഏതുതരം പ്ലാസ്റ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എത്ര കോട്ട് ഓഫ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം അതിനകത്ത് കാണിക്കുന്നതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ. ഫ്ലോറിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻ മീൻസ് ഫ്ലോറിങ്ങിൻ്റെ ഏത് തരം ഫ്ലോറാണ്, എത്ര ലെയർ ആണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്, വർക്ക്മാൻഷിപ്പ് എങ്ങനെയാണ്, അത് ഏതൊക്കെ സാങ്കേതികമായ കൃത്യമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, അതിനുള്ള എല്ലാ സാങ്കേതിക വിവരങ്ങളും വിശദീകരിക്കുന്നതിനാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു വർക്കിൻ്റെ ക്വാളിറ്റി ഓഫ് വർക്ക്. അപ്പം സ്പെസിഫിക്കേഷൻ ഈസ് എ സെക്കൻഡ് ഡേറ്റ റിക്വയർഡ് ഫോർ പ്രിപ്പയറിങ് ആൻ എസ്റ്റിമേറ്റ്. ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന രണ്ടാമത്തെ ഡേറ്റയാണ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റേറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. ഉദാഹരണം, നമ്മളൊരു മാർബിൾ ഫ്ലോറിനോ കൊടുക്കുന്ന റേറ്റ് അല്ല ഒരു സാധാരണ ടൈൽഡ് ഫ്ലോറിന് കൊടുക്കുന്നത്, ആ റേറ്റ് അല്ല നമ്മളൊരു ഗ്രാനൈറ്റ് ഫ്ലോറിന് കൊടുക്കുന്നത്. അപ്പോൾ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ കൃത്യമായ സ്പെസിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എമൽഷൻ പെയിൻറ്റ് ഉപയോഗിക്കാം, ചിലപ്പോൾ നമ്മൾ ഡിസ്റ്റംബർ ഉപയോഗിക്കും, ചിലപ്പോൾ സിമെൻറ്റ് പെയിൻറ്റ് ഉപയോഗിക്കും,
ചിലപ്പം വൈറ്റ് വാഷിംഗ് ചെയ്യും. അപ്പോൾ അത് കൃത്യമായി പറഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ റേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം റേറ്റ് അറിയണമെങ്കിൽ സ്പെസിഫിക്കേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്രിപ്ഷൻ. അതുണ്ടെങ്കിൽ സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റേറ്റ് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ സ്പെസിഫിക്കേഷൻ ഉണ്ടാവണം. അപ്പം ഡ്രോയിങ് ഉണ്ടാവണം, സ്പെസിഫിക്കേഷൻ ഉണ്ടാവണം. ഇനി മൂന്നാമത് നമുക്ക് ഉണ്ടാവേണ്ടതാണ്, കയ്യിൽ അറിയേണ്ടുന്ന ഒരു വിവരമാണ് റേറ്റ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക്. റേറ്റ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക് എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം 1:2 ഒരു കോൺക്രീറ്റ് മിക്സിങ് അല്ലെങ്കിൽ കോൺക്രീറ്റ് മിക്സ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഉണ്ടാക്കുവാണ്, അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഒരു ബീമോ എന്തെങ്കിലും ഉണ്ടാക്കുവാണ്, അല്ലെങ്കിൽ ഒരു മേസണറി ചെയ്യുവാണ്. ഇന്നത്തെ റേറ്റ് അല്ല അടുത്ത വർഷം ഈ സമയം, ആ റേറ്റ് അല്ല അതിൻ്റെ അടുത്ത വർഷം. പല സാധനങ്ങളുടെ വ്യത്യാസം വരും, ലേബർ വ്യത്യാസം വരും, പിന്നെ അതിനൊക്കെ ഉപരി ലൊക്കാലിറ്റി അനുസരിച്ചും വ്യത്യാസം വരും. ഉദാഹരണമായിട്ട് നമ്മുടെ കൊല്ലത്തെയോ അല്ലെങ്കിൽ ഉള്ള റേറ്റ് ആയിരിക്കില്ല കണ്ണൂരുള്ളത്, ആ റേറ്റ് അല്ല ബോംബെയിലുള്ളത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലൊക്കാലിറ്റി, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേരിയേഷൻ ഇൻ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ കോസ്റ്റ്, ദ റേറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഐറ്റം ഓഫ് വർക്ക്. ഡേറ്റ് വിൽ ബി വേരിയിങ്. അപ്പോൾ ഓരോ ദിവസം തോറും ചിലപ്പോൾ റേറ്റ് കുറയും, ചിലപ്പോൾ റേറ്റ് കൂടും, വർക്കുകളുടെ റേറ്റ് വ്യത്യാസം വരാം. അപ്പോൾ ആ റേറ്റ് കൃത്യമായ ആ സ്ഥലത്ത് ആ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ റേറ്റ് എത്ര ആണെന്ന് തയ്യാറാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഫിക്സഡ് റേറ്റ് ഒരിക്കലും ആവത്തില്ല, റേറ്റ് വ്യത്യാസം വരും. സ്ഥലം വ്യത്യാസം അനുസരിച്ച്, സാധനങ്ങളുടെ വില വ്യത്യാസം അനുസരിച്ച്, ലേബർ ചിലപ്പം ഒരു സ്ഥലത്ത് ലേബറിൻ്റെ ചാർജ് ആയിരിക്കത്തില്ല മറ്റൊരു സ്ഥലത്ത്, അപ്പോൾ അതനുസരിച്ച് ലേബർ വ്യത്യാസം വരും. ഇവയൊക്കെ അനുസരിച്ച് ഈ വ്യത്യാസങ്ങൾക്കൊക്കെ അനുസൃതമായി നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ റേറ്റും വ്യത്യാസപ്പെട്ടിരിക്കും. സോ റേറ്റ് കൃത്യമായി കണക്കാക്കാൻ അറിയണം, ഒരു ഐറ്റം ഓഫ് വർക്കിൻ്റെ റേറ്റ് അറിയണം. അപ്പം നമുക്ക് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണമെങ്കിൽ നമ്മുടെ 3 ഡേറ്റ വേണം. ഒന്ന്, നമുക്ക് കൃത്യമായ ടെക്നിക്കൽ ഡ്രോയിങ്സ് വിത്ത് ഡയമെൻഷൻസ്, ഡീറ്റെയിൽഡ് ഡയമെൻഷൻ ഈസ് നീഡഡ്. സെക്കൻഡ് വൺ ഈസ് സ്പെസിഫിക്കേഷൻ, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ, കൃത്യമായ സ്പെസിഫിക്കേഷൻ ഓഫ് ഓരോ വർക്കിൻ്റെ, ഈച്ച് ഐറ്റം ഓഫ് വർക്കിൻ്റെ specification is needed. Third one is we need the rate of each item of work. How can you find out the rate calculation? Rate to അറിയാം. അപ്പോൾ ഈ 3 ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ we can easily find out the we can easily prepare the proper technical estimate of a construction work, especially a building for നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെയാണ് അറിയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഡേറ്റ ഒന്ന്, ഡീറ്റെയിൽഡ് ടെക്നിക്കൽ ഡ്രോയിങ് വിത്ത് ഡയമെൻഷൻസ്. 2, വി നീഡ് സ്പെസിഫിക്കേഷൻ ഓഫ് ഈച്ച് ഐറ്റംസ്. തേർഡ് വൺ, വി നീഡ് ദ റേറ്റ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക്. അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ പ്രിപ്പയർ ആൻഡ് എസ്റ്റിമേറ്റ്. അപ്പം 3 കണ്ടൻ്റാണ് ഇന്ന് ഡിസ്പ്ലേ ചെയ്തത്. ഒന്നാമത് എസ്റ്റിമേറ്റ് എന്താണ് എസ്റ്റിമേറ്റ്? വാട്ട് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഇൻ കൺസ്ട്രക്ഷൻ വർക്ക്? സെക്കൻഡ് തിങ് ഈസ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എസ്റ്റിമേഷൻ? വൈ വി ഹാവ് ടു പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റ് ബിഫോർ എ കൺസ്ട്രക്ഷൻ വർക്ക്? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ആൻ എസ്റ്റിമേറ്റ് ഇൻ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്? തേർഡ് വൺ ഈസ് വാട്ട് ആർ ദ ഡേറ്റ റിക്വയർഡ് ഫോർ പ്രിപ്പയറിംഗ് എ പ്രോപ്പർ എസ്റ്റിമേറ്റ്? അപ്പോൾ ഈ 3 ടോപ്പിക്കാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ വരുന്നത് വാട്ട് ആർ ദ യൂണിറ്റ്സ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. അപ്പോൾ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നമ്മൾ പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും. ഏത് മാർഗ്ഗം ഉപയോഗിച്ചാലും നമ്മൾ അതിൻ്റെ ഓരോ ഐറ്റം ഓഫ് വർക്കിൻ്റെയും യൂണിറ്റുകൾ അറിയണം. യൂണിറ്റ് കൃത്യമായി അറിഞ്ഞെങ്കിലേ അതിന് നമുക്ക് റേറ്റ് ഇടാൻ നോക്കൂ, ക്വാണ്ടിറ്റിയും റേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കോസ്റ്റ് കണ്ടെത്താൻ പറ്റൂ, അതിൻ്റെ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഓരോ ഐറ്റം ഓഫ് വർക്ക്, കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ സാധാരണ ഉള്ള കുറേ ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് പഠിക്കണമെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കോമൺ ഐറ്റംസ് ഓഫ് വർക്കിൻ്റെ യൂണിറ്റ്സ്, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ യൂണിറ്റ്സ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക് യൂസ്ഡ് ഫോർ എ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ.